ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നേ പോകാൻ പോകുന്നത് ഒരു മലൻ്റെ മുകളിലുള്ള ഒരു അയ്യപ്പൻ ടെമ്പിളിൽ കാണാൻ വേണ്ടിയാണ്. അതൊരു സൂപ്പർ ടെമ്പിളാണ്. ഒരു പ്രകൃതിയിലൂടെ നടന്ന് മല മൊത്തം കയറി മലൻ്റെ മുകളിലുള്ള ഒരു ക്ഷേത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് പോവാം. ഇതിൽ ഇങ്ങോട്ട് എത്തേണ്ട വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം നിലവിൽ ഈ പറയുന്ന ഈ ഇടവഴി കൂടിയാണ് നമ്മൾ കയറേണ്ടത്. വലിയ വഴിയെന്നൊന്നും പറയാനില്ല. ഇവിടെ നമ്മൾ കാടിനകത്തുകൂടെ തന്നെ നടക്കണം. ഇങ്ങനെ കാട് കയറി നമ്മൾ കാടിനകത്തുകൂടെ തന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു വലിയ മലയാണ്. മല മൊത്തം കയറി ഇറങ്ങണം. കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് പോയി നോക്കാം. ഇത് കണ്ടില്ലേ, ആ ഒരു പ്രകൃതി എന്ത് രസമാണ് കാടിനകത്തൂടെ നടക്കാൻ. നല്ല മഴയൊക്കെ പെയ്ത് അങ്ങനെ മനോഹരമായി കിടക്കുന്നൊരു സമയമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഇത് കണ്ടില്ലേ, പച്ച പിടിച്ച് കിടക്കുന്ന മരങ്ങളാണ്. നല്ല രസമാണ് അതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. കാടിൻ്റെ ആ ഓരോ ശബ്ദവും കേട്ട് സൈലൻ്റായ സ്ഥലത്തിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ കിട്ടുന്ന വഴിയിലൂടെ എല്ലാം പോയി. നല്ല രസമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. ആ സിറ്റിയിൽ വിട്ട് നമ്മൾ കാടിലൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് പ്രത്യേകത തന്നെയാണ്. നമ്മുടെ പുറകിൽ കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നേ. അവരും ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മല കയറാമെന്നൊക്കെ വെച്ചിട്ട് അവരും കൂടെ വരുന്നുണ്ടായി. അവർക്കും വഴിയൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ പിന്നെ കൂടെ പോരാൻ പറഞ്ഞു. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ പല്ലശ്ശേന എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ പാലക്കാടുള്ള പല്ലശ്ശേനയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അത് പല്ലശ്ശേന മുരുകൻ ടെമ്പിളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗൂഗിൾ മാപ്പിനകത്തൊക്കെ ഉണ്ട് ഇത്. എന്നിട്ട് റൂട്ടിട്ട് വന്നാലും മതി. ഒരു പരിധി വരെ വരാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് നമ്മൾ വണ്ടി നിർത്തിയിട്ട് പിന്നെ മല മൊത്തം നടക്കണം. നടന്ന് തന്നെ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. മലൻ്റെ മുകളിലോട്ട് നമുക്ക് വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ല, ഇപ്പോഴും കാട് തന്നെയാണ്. നടന്നൊരു പരിധി എത്താറായി. എന്നാലും മുകളിലോട്ട് നടക്കണം. പാറൻ്റെ മുകളിലെല്ലാം നല്ല രീതിയിൽ പിടിച്ച് നടക്കാനുള്ള ഒരു കഴിവും കൂടി വേണ്ടതാണ്. അധികം പ്രയാസമൊന്നുമില്ല കേട്ടോ മല കയറാൻ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും കയറിക്കൊണ്ടിരിക്കാം. എല്ലാവർക്കും തളർന്നു തുടങ്ങി. കൂടെ വന്നവരെന്നെ കാണാനും ഇല്ലാതെ ആയി തുടങ്ങി. അവർ പിന്നെ പതുക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. നമ്മൾ പിന്നെ കുറച്ച് സ്പീഡിൽ നടക്കാൻ തുടങ്ങി. ചുറ്റും ഒന്നുമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ വെള്ളമൊന്നും എടുത്തില്ല. ഇത് പെട്ടെന്ന് ഇത്രയും ദൂരം ഇങ്ങനെ മല കയറണമെന്ന് വിചാരിച്ചില്ല. ഞാനും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എത്തുന്നൊക്കെ കരുതിയത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം നല്ല ദൂരമുണ്ടെന്നും ഒരു മല മൊത്തം കയറണമെന്നൊക്കെ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കല്ലും മുള്ളുമായിട്ടുള്ള വഴികളാണ്. പാറക്കല്ലുകളാണ് ഫുള്ള് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ പാറയൊന്നും ഇല്ലാത്ത വഴികളൊന്നും ഇല്ല. പിന്നെ ഇതേനിങ്ങനെ നടന്നപ്പോൾ നമുക്ക് കാട്ടിലെ കുറേ ചെടികൾ കാണാൻ പറ്റിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങളൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളമെല്ലാം കൈ പിടിച്ചോളൂ, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടേണ്ടി വരും. ഇനിയും നടക്കാനുണ്ട്. എത്തിയാന്ന് ചോദിച്ചപ്പോൾ വീണ്ടും എത്തിയിട്ടില്ല. ഇനിയും കുറേ ദൂരം നടക്കാനുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ ഒന്നും കാണാനുണ്ടായി. അവർ വരുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും നടന്നു മുമ്പോട്ട്. ഒരു വലിയ കാടാണേ. മൊത്തം കാടിനകത്തുകൂടെ തന്നെ നടന്ന് നമുക്ക് പോയി കാണാനുണ്ട്. പക്ഷെ നല്ല രസം കേട്ടോ അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ. അങ്ങനെ ഇവിടെ എത്തി. ഇനി കുറച്ച് ടാസ്ക്കാണ് ഗൈസ്.
ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ മലയും കൂടി ഒന്ന് കയറണം. ഇനി നടക്കാനുള്ള വഴികളെല്ലാം പോയി. ഇനി ഇതുപോലെ നടക്കാൻ പറ്റത്തില്ല, കുറച്ചുകൂടി ടാസ്ക് കൂടി. ഇവിടെ നമുക്ക് കയറെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കയറി പിടിച്ച് കയറാൻ പറ്റും. ഇവിടെ നിന്ന് ഇനി നമുക്ക് കയറ് പിടിച്ച് വേണം കയറാൻ. അവിടെ എത്തിപ്പോയപ്പോൾ ആകെ അന്തം വിട്ട പോലെ. ഇനി ഇതിനെങ്ങനെ മുകളിലോട്ട് കയറുമെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ കയറുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. കയറി പിടിച്ച് തന്നെ കയറണം, ഇല്ലെങ്കിൽ പണി പാളും. നല്ല വഴുക്കലുള്ള സ്ഥലവും കൂടിയാണ്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല വഴുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ കയറൊക്കെ പിടിച്ച് വേണം കയറാൻ. ഇതെങ്ങോട്ടാണ് ഈ കയറിപ്പോകുന്നതെന്ന് ഞാൻ തന്നെ അതിശയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ്ട് ഇതേ വീണ്ടും സ്റ്റെപ്പ് പടിയാണ് വരുന്നത്. വീണ്ടും കയറണം മുകളിലോട്ട്. നല്ല ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും ബെറ്റർ, ഇല്ലെങ്കിൽ എപ്പോൾ താഴെ വീണും പോയി എന്ന് കേട്ടാൽ മതി. ഇനി ഇവിടെ നിന്നും കയറണം. പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല, ഇതുപോലെ തന്നെ പിടിച്ച് പിടിച്ച് കയറണം, അല്ലാതെ വേറെ ഒറ്റ വഴിയുമില്ല. നമ്മൾ അത്യാവശ്യം മുകളിലോട്ട് എത്തി. ഇപ്പോൾ ഇനിയും നടക്കാനുണ്ട്. ഇതേ അവിടെ നിന്നൊക്കെയാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഇതേ കയറി വന്നപ്പോൾ പകുതിയിലെത്തിയപ്പോഴുള്ളൊരു വ്യൂ ആണിത്. എന്താ രസമല്ലേ! ഓഹ്, സൂപ്പർ വ്യൂ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാനവിടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ചുറ്റും ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ എങ്ങോ പോയി, കാണാനില്ല, പേടിച്ചിട്ട് പോയി കാണാം. നല്ല പണിയാണ്, കയറി വരാൻ നല്ല ടാസ്ക്കാണ്. സംഭവം ഒന്നും പറയാനില്ല, നല്ല രസം തന്നെയാണ് ഇതിനെ നടന്നു പോകാൻ. കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, മഴ വന്നപ്പോഴേക്കും. ഗൈസ്, മഴ വന്നു, നമ്മളപ്പോൾ അവിടെ ഒളിഞ്ഞ് നിൽക്കുകയാണ്. പാറയുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ട് മഴ കൊള്ളില്ല, നമ്മളിവിടെ സേഫായിട്ട് നിൽക്കുകയാണ്. കുട എടുക്കുന്നതായിരിക്കും ബെറ്റർ, മഴക്കാലത്ത് വന്ന് ഇതുപോലെ പെട്ടുപോകും നമ്മളില്ലെങ്കിൽ. അപ്പോൾ ഗൈസ്, മഴ മാറിയിട്ടുണ്ട്. നമുക്കിത് ആ കാണുന്ന അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. നമ്മുടെ ടെമ്പിൾ അവിടെയാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ വഴക്കാതെ നടക്കണം, ഡേഞ്ചറാണ്. ഓഹ്, മുകളിലെത്തിയപ്പോൾ അവ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ, ഓഹ്, ഒന്നും പറയാനില്ല. ഓഹ്, എൻ്റെ മനസ്സും ശരീരവും എല്ലാം കുളിർമയേകിയ സമയമായിരുന്നു അത്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു മഴയുണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. ഓഹ്, ചാറ്റൽ മഴയും ആ ഒരു സമയവും, ഓഹ്, എന്തൊരു ഭംഗിയായിരുന്നു. നിങ്ങൾ നോക്കി ആ ഒരു മലൻ്റെ മുകളിൽ കൂടെ നടക്കാനും ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭംഗിയും എന്ത് രസം. ഓഹ്, ഒരു വട്ടമെങ്കിലും നമുക്കത് കാണാതെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെയൊക്കെ എന്തായാലും വന്നിരിക്കേണ്ടതാണ്, അത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ വിചാരിച്ച ആ സ്ഥലത്തെത്തി. നമ്മൾ ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ കുറച്ച് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ ഒരു ഭംഗി നോക്കി. ആ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ഒരു മലൻ്റെ മുകളിൽ ഇതൊക്കെ ചെയ്ത ആൾക്കാരനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഓഹ്, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്തായാലും അവനെ കണ്ട് പറയണം, ഇതൊക്കെ എങ്ങനെ നിങ്ങൾ പണിതെടുത്തു എന്നുള്ളത്. എന്തായാലും കുറച്ച് പഴക്കം കാണണമല്ലോ ഈ അമ്പലത്തിന്. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല മഴയും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണ് വെച്ചാൽ അമലയിലുള്ള ശ്രീ അയ്യപ്പൻ കോവിലാണ്. എൻ്റെ ാണ് ശ്രീ അയ്യപ്പൻ കോവിൽ. ഇവിടെ വന്നതിന് എന്തെങ്കിലും കാറ്റൊക്കെ കൊണ്ട് നല്ല ആംബിയൻസ് ആയിട്ടുള്ള പ്ലേസാണ്. സമാധാനം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയാണ് അത് ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്താ പ്രകൃതി ഇങ്ങനെ കാറ്റുകൊണ്ട് ചൊരിഞ്ഞൊരു പ്ലേസ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇവിടെ വരാൻ നോക്കുക. നല്ല കുറേ കുറേ നമുക്ക് ഓർമ്മകളെല്ലാം, പണ്ടത്തെ ഓർമ്മകളെല്ലാം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒന്നും പറയാനില്ല ഗൈസ്, സൂപ്പർ പ്ലേസ്. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ ഇരുന്ന് പോകും, ഒന്നും എന്താ പറയുക, അത്രയ്ക്കും. ഓ, ഇതിങ്ങനെ നമുക്ക് പുറകുവശത്തെല്ലാം നമ്മുടെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. നോക്കി ചൂട്, പാറയിൽ നിന്ന് ചൂട് പോകുന്ന നോക്കി. ചൂടിങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് മഴയുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, മഴയുള്ളതാണ് നല്ലത്. കുറച്ച് ചെറിയൊരു മഴയുണ്ട്, നല്ല കാറ്റും ഉണ്ട്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പൊളിയാണ്.
കാറ്റ് എന്ന് പറയുന്നത് ലിമിറ്റില്ലാതെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വേറെ വൈബാണ് ഒന്നും പറയാൻ. കുറച്ച് ടീമേഴ്സേ ഉള്ളൂ അവിടെ. ആ കാണുന്ന കുറച്ച് പയ്യന്മാരൊക്കെയാണ്, കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പയ്യന്മാരും കൂടി ഉണ്ട്, അവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ അറിയില്ല. നമ്മൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പാലക്കാട് തന്നെയാണ്, എന്നിരുന്നാലും ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരാൻ നോക്കുക ഗൈസ്. എന്താ ഭംഗിയില്ലേ പാലക്കാടിൻ്റെ ആ ഭംഗി ഇപ്പം നമുക്ക് കാണാൻ പറ്റും. എന്തോ രസം നോക്കി. ആ മലൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് ശരിക്കും പാലക്കാട് കാണാൻ പറ്റുന്നത്. ആ മഴയും ആ ഒരു പച്ചപ്പും ഇതിൻ്റെ താഴത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താ രസമെന്ന് അറിയോ. എന്താ നെൽവയലുകൾ ഇങ്ങനെ കിടക്കുക. ആ നെൽവയലുകളുടെ ഇടയിലെല്ലാം കണ്ടൊക്കെ ആ താഴെ കാണുന്ന എല്ലാം ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ പട്ടണങ്ങളുമാണ്. സൂപ്പറായിരുന്നു. കാറ്റിങ്ങനെ നല്ല രീതിയിൽ വീശിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റും. മഴ പെയ്തിട്ട് പാറയിൽ ചൂട് പോകുന്ന കണ്ടിട്ടുണ്ട്. അല്ലേ അവിടെ നോക്കി ആവി പോയി. ആ കാണുന്ന എല്ലാം നെല്ലിയാമ്പതി മലനിരകളാണ്. അതിൻ്റെ ആ സൈഡിൽ മഴ പെയ്തുകൊണ്ടിരിക്കണം. അവിടെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കണം, നമുക്ക് കാണാൻ പറ്റും. അതിന് മുകളിലെല്ലാം കണ്ടില്ലേ കോട അങ്ങനെ താഴെ വീട് കിടക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ കാണുന്ന എല്ലാം മഴയാ. മഴ പെയ്ത് പോണു നോക്കി ഇതേ കാണുന്നുണ്ടോ. അതിങ്ങനെ എന്താല്ലേ മഴ ഇങ്ങനെ പെയ്ത്. നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു. ചെരുപ്പ് നമ്മൾ അവിടെ ഊരിയിട്ടിരിക്കണേ. അതിലിട്ട് ചെരുപ്പിന് ക്ഷേത്രമല്ല, അപ്പം നമ്മൾ ചെരുപ്പിട്ടില്ല, നമ്മൾ ദൂരെ തന്നെ ഊരിയിട്ടു. ഒരു പരുന്തിങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായി ഞങ്ങളുടെ അടുത്തുകൂടെ. അത് കുറച്ച് നേരം ഷൂട്ട് ചെയ്തു. കൊള്ളാം, നല്ലൊരു വൈബ് തന്നെയാണത്. ഇങ്ങനെ ഇര പിടിക്കാനായിട്ട് പറന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഞാനപ്പോൾ ദേ അതിൻ്റെ കുറച്ച് താഴത്തോട്ട് ഇറങ്ങി. എന്നിട്ട് അപ്പുറത്തൊരു മലയുണ്ട്, അതും കൂടി കയറി. അതുകണ്ടില്ലേ, അവിടെ പോയി നിൽക്കുമ്പോൾ ആ വ്യൂ കണ്ടില്ലേ. ഓ സൂപ്പറാണ്. ഇപ്പം റിട്ടേൺ ഇറങ്ങുകയാണ്. ഇനി കയറിയ പോലെ തന്നെ മല വീണ്ടും ഇറങ്ങണതും കുറച്ച് ടാസ്ക് തന്നെയാണ്. കുറച്ചല്ല, നല്ല ടാസ്ക്കാണ്. അപ്പോൾ ഒരു വണ്ടിനെ കണ്ടു അവിടെ, ഒരു പഴയ വണ്ട് ദേ വരുന്നത് കണ്ടില്ലേ. ഇത് മലൻ്റെ മുകളിലൊക്കെ ഉള്ള വണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ദേ ഇവിടെ എല്ലാം ഇറങ്ങണം ഗൈസ്. ഈ കയറിയ പോലെ തന്നെ എല്ലാം നമ്മൾ റിട്ടേൺ ഇറങ്ങണം. പേടിയുണ്ട്, പേടിയില്ലായിക്കൊന്നുമില്ല. പക്ഷെ ഇറങ്ങുന്നത് കുറച്ച് ടാസ്ക്കാണ്. കയറുന്നത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു, ഇറങ്ങാനാണ് കുറച്ച് നല്ല ബുദ്ധിമുട്ട്. ഇറങ്ങുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പണി പാടുപോയി. ഈ ഇതായതുകൊണ്ട് കാലിനകത്തൊക്കെ എന്താണ്ടൊക്കെ കടിക്കുന്നുണ്ട്. സൂക്ഷിച്ചിറങ്ങണം. മാക്സിമം കുട്ടികളായിട്ടൊന്നും വരാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നടന്നു പോകാനൊക്കെ. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് അതേപോലെ റിട്ടേൺ കയറാനായിട്ടും കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. അവർ ഫാമിലി ആയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വയസ്സായ ഒരു അമ്മൂമ്മയും കൂടി ഉണ്ടായിരുന്നു അവൻ്റെ കൂട്ടത്തിൽ. അവരങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച് കയറി. അവരെ ഞങ്ങൾ കുറച്ച് സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് കയറ്റി വിട്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളത് കയറിയ പോലെ ഇവിടെ നിന്ന് തന്നെ കയറ് പിടിച്ചിട്ട് റിട്ടേൺ ഇറങ്ങണം. ഇതുപോലെ തന്നെ മെല്ലെ മെല്ലെ ഇറങ്ങിയാൽ മതി. ഒരുപാട് പെട്ടെന്ന് ചാടി കയറി ഇറങ്ങരുത്. നല്ല വഴുക്കലുണ്ട്. ഈ കാണുന്ന പോലെയൊന്നും അല്ല പാറ. മഴ പെയ്ത് നല്ല രീതിയിൽ വഴുക്കലുണ്ട്.
ഞങ്ങൾ പിന്നെ ഇറങ്ങുമ്പോഴും കയറ് പിടിച്ച് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോളേ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാൻ പറ്റിയ പ്ലേസാണ്. അല്ലാതെ നടന്നിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് വരാൻ ഭയങ്കര ടാസ്ക്കുള്ള സ്ഥലം കൂടിയാണ്. കയറുന്നത് പോലെ തന്നെ ഇറങ്ങാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കുറച്ച് ടാസ്ക് എടുക്കാൻ തയ്യാറായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോന്നോളൂ. എന്താ വെച്ചാൽ അവർക്ക് എന്തായാലും നമുക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കയറുന്നതിൻ്റെയൊക്കെ ഡബിൾ ഇരട്ടി വെറുത്തായിട്ടുള്ള കുറേ സംഭവം നമുക്ക് കിട്ടും. അതിന് ഞാൻ ഫുൾ ഗ്യാരണ്ടി തരാം. ഓണമായിട്ട് പൂക്കളൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ നിന്ന് അവസാനിക്കുകയാണ്. ഞാൻ നൊണ്ടി നടക്കുന്നത് എന്താണെന്ന് വിചാരിക്കേണ്ട. അന്ന് ചെറിയൊരു കാല് വേദന ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു എഫക്റ്റാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാമല മുരുകൻ ടെമ്പിളെല്ലാം കണ്ട് കഴിഞ്ഞ് ഇതേ റിട്ടേൺ തിരിച്ചു. തിരുവോണ സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിള്ളേരൊക്കെ അണിഞ്ഞൊരുങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശുഭം.